മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഡേവിഡ് കാമറൺ അടുത്ത കാലത്ത് പ്രോസ്റ്റേറ്റ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. ക്യാൻസറിന് വേണ്ടിയാണ് അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. അതിനുശേഷം അദ്ദേഹം ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. അതായത് എല്ലാ ആണുങ്ങളും പ്രോസ്റ്റേറ്റ് ആൻറ്റിജൻ ടെസ്റ്റിന് വിധേയരാകണം. ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് PSA എന്ന് പറയുന്ന പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്താൽ വളരെ ആരംഭ ദിശയിലുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അവയെ നിർമ്മാർജ്ജനം ചെയ്താൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നുള്ള രോഗം ഇല്ലാതെയാകും എന്നാണ് അദ്ദേഹത്തിൻ്റെ ന്യായം. എന്നാൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ വിദഗ്ധന്മാർക്ക് ഈ അഭിപ്രായമില്ല. അവർ പറയുന്നത് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നുള്ളത് ഒട്ടുമിക്ക എല്ലാ ആണുങ്ങളിലും 80 വയസ്സിനൊക്കെ ശേഷം മിക്കവാറും എല്ലാവരിലും അതിൻ്റെ ആരംഭം കാണുന്നുണ്ട്. അതായത് ക്രമേണ പ്രായം കൂടുന്തോറും കൂടി വരുന്ന ഒരു ക്യാൻസറാണ്. അവയിൽ പലതും അതുപോലെ തന്നെ വളരെ സ്ലോ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ശല്യമൊന്നും ഉണ്ടാക്കാതെ കടന്നു പോവുകയും ചെയ്യും. മനുഷ്യർ മരിക്കുന്നത് പലപ്പോഴും ഇതുകൊണ്ടായിരിക്കുകയില്ല, മറ്റ് കാരണങ്ങളെ കൊണ്ടായിരിക്കും. ഹൃദ്രോഗം, സ്ട്രോക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്യാൻസർ അങ്ങനെ വന്ന് മരിച്ചു പോകുന്ന പലരിലും ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ആരംഭം കണ്ടേക്കാം. അതുകൊണ്ട് വളരെ നേരത്തെ ഇത് കണ്ടുപിടിച്ച് നിർമ്മാർജ്ജനം ചെയ്യുന്നത് ഒരു വൃഥാ വ്യായാമമാണെന്നാണ് യൂറോളജിസ്റ്റുകളുടെ അഭിപ്രായം. ഇതിൻ്റെ അർത്ഥം ഈ സ്ക്രീനിങ് ടെസ്റ്റ് പലപ്പോഴും നമ്മുടെ പൊതുജനങ്ങൾക്കിടയിലുള്ള ഒരു വിശ്വാസമാണ്. എന്തെങ്കിലും എളുപ്പം സ്ക്രീൻ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റ് നിർബന്ധമായും ചെയ്തിരിക്കണം എന്നുള്ളത്. പലപ്പോഴും നമ്മൾ എക്സിക്യൂട്ടീവ് ചെക്കപ്പ് എന്നൊക്കെ പറയുന്നത് അതിനു വേണ്ടിയാണ്. പക്ഷേ സ്ക്രീനിങ്ങിന് അതിൻ്റേതായ ചില പ്രത്യേകമായ കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതനുസരിച്ച് വേണം ഒരു സ്ക്രീനിങ് വേണോ വേണ്ടയോ എന്ന് ഒരു മെഡിക്കൽ വിദഗ്ധന് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതുപോലെ വെറും 4% ആളുകൾ മാത്രമേ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൊണ്ട് മരിച്ചു പോകുന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരെയും സ്ക്രീനിങ്ങിന് വിധേയമാക്കണം എന്ന് പറയുന്നത് അത്ര ശരിയല്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം.